ഹായ് എവരിവൺ, വെൽക്കം ടു സീക്കേഴ്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഐ സി എഞ്ചിൻ എന്താണെന്നും ഐ സി എഞ്ചിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടുമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഐ സി എഞ്ചിന്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണെന്നും ആ ഓരോ പാർട്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പാർട്സ് ഓഫ് ആൻ ഐ സി എഞ്ചിൻ. ഐ സി എഞ്ചിന്റെ കുറേ പാർട്സ് ഉണ്ട്. ആ പാർട്സിന്റെ പേരാണ് ജസ്റ്റ് ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഒരു സിലിണ്ടർ ആൻഡ് സിലിണ്ടർ ബ്ലോക്ക് ഉണ്ട്, പിന്നെ സിലിണ്ടർ ഹെഡ് ഉണ്ട്, പിസ്റ്റൺ ആൻഡ് പിസ്റ്റൺ റിങ്, കമ്പഷൻ ചേംബർ, ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവ്, ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് മാനിഫോൾഡ്, ക്യാം ആൻഡ് ക്യാം ഷാഫ്റ്റ്, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ്, ഫ്ലൈ വീൽ ഉണ്ട്, ക്രാങ്ക് കേസ്, വാട്ടർ ജെറ്റ്, സ്പാർക്ക് പ്ലഗ്, ഫ്യൂവൽ ഇഞ്ചക്ടർ, ഫ്യൂവൽ ഇഗ്നിഷൻ പമ്പ്. ഇത് ഇത്രയാണ് മെയിനായിട്ടും ഒരു ഐ സി എഞ്ചിന്റെ പാർട്സ് എന്ന് പറയും. അപ്പം ഈ ഓരോ പാർട്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ പഠിക്കാം. ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു റെസിപ്രോക്കേറ്റിംഗ് ഐ സി എഞ്ചിന്റെ ക്രോസ് സെക്ഷണൽ ഫിഗറാണ്. അപ്പം ഓരോ പാർട്സ് എന്തൊക്കെയാണെന്ന് ഈ ഫിഗറിനകത്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. ഞാനൊരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ മൊത്തം പാർട്ടും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. സിലിണ്ടർ. അപ്പം നമ്മുടെ സിംഗിൾ സിലിണ്ടറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷനെ പറയുന്ന പേര് സിലിണ്ടർ എന്നാണ്. അപ്പൊ മൾട്ടി സിലിണ്ടറിന്റെ കേസിലാണെങ്കിൽ ഒന്നിലധികം സിലിണ്ടർ ഉണ്ട്. അപ്പൊ ആ സിലിണ്ടറിനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പറയുന്നത്. ആ ഒരു സിംഗിൾ യൂണിറ്റിനെ പറയുന്ന പേരാണ് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ സിലിണ്ടറിന്റെ ഉള്ളിലാണ് കമ്പഷൻ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കമ്പഷൻ നടക്കുന്ന ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് കമ്പഷൻ ചേമ്പർ. അതായത് ഈ ഒരു പോർഷനാണ് കമ്പഷൻ ചേമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ കമ്പഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് നല്ല ഹീറ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിന്റെ സർഫസിനെ നല്ല രീതി ചൂടാക്കും. അപ്പോൾ ഈ സിലിണ്ടറിന്റെ സർഫസിനെ നമ്മൾ തണുപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൂൾ ചെയ്യണം. അത് നമ്മൾ ഒന്നീ എയർ കൂൾ ചെയ്യും, അല്ലെങ്കിൽ വാട്ടർ കൂൾ ചെയ്യും. ബൈക്കിന്റെ ഒക്കെ കേസിലാണെങ്കിൽ നമ്മൾ എയർ കൂൾ ആയിരിക്കും ചെയ്യുന്നത്. കാറിന്റെ ഒക്കെ കേസിൽ നമ്മൾ വാട്ടർ കൂൾ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിലിണ്ടറിനെ തണുപ്പിക്കാനായിട്ട് ഇവിടെ ഒരു വാട്ടർ ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കും. ഇനി അടുത്ത മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിന്റെ ഈ മുകളിലുള്ള ഒരു പോർഷൻ, ഇതാ ഇത്രയും വരുന്ന ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് സിലിണ്ടർ ഹെഡ് എന്ന് പറയും. ഇത്രയും പോർഷൻ. ഈ സിലിണ്ടർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയും പോർഷനെ പറയുന്ന പേരാണ് സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. ഈ സിലിണ്ടർ ഹെഡിനകത്ത് കുറെ പാർട്സ് ഉണ്ട്. മെയിൻ ആയിട്ടും വാൽവ്സ് ആണ്. ഒന്ന് ഇൻടേക്ക് വാൽവ് ഉണ്ട്, അതേപോലെ തന്നെ എക്സോസ്റ്റ് വാൽവ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു ക്യാം ഉണ്ട്, ക്യാം ഷാഫ്റ്റ് ഉണ്ട്, പിന്നെ സ്പാർക്ക് പ്ലഗ് ഉണ്ട്. ഇത് ഇത്രയാണ് ആ സിലിണ്ടർ ഹെഡിനകത്തുള്ള മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ. ഈ സിലിണ്ടർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു ഇൻലെറ്റ് വാൽവ് ഉണ്ട്, എക്സോസ്റ്റ് വാൽവ് ഉണ്ട്, ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ട് അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ഉണ്ട്, പിന്നെ ക്യാം ഉണ്ട്, ക്യാം ഷാഫ്റ്റ് ഉണ്ട്, പിന്നെ ഒരു സ്പ്രിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഈ പെട്രോൾ എഞ്ചിന്റെ കേസിലും ഡീസൽ എഞ്ചിന്റെ കേസിലും ഞാൻ മെയിൻ ഡിഫറൻസ് പറയാം. പെട്രോൾ എഞ്ചിന്റെ കേസിലാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് സ്പാർക്ക് പ്ലഗ് ആണ് കൊടുക്കുന്നത്. ഫ്യുവലിനെ ഇഗ്നീറ്റ് ചെയ്യാനായിട്ട് സ്പാർക്ക് പ്ലഗ് ആണ് കൊടുക്കുന്നത്. അപ്പൊ പെട്രോൾ എഞ്ചിന്റെ കേസിലാണെങ്കിൽ ഈ ഇൻലെറ്റ് വാൽവ് വഴി എയർ ഫ്യൂവൽ മിക്സ്ചർ ഈ കമ്പഷൻ ചേമ്പറിനകത്തോട്ട് കടന്നിട്ട് ഈ പിസ്റ്റൺ ഉപയോഗിച്ച് ഈ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്തിട്ട് ഈ സ്പാർക്ക് പ്ലഗ് വഴി സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കമ്പഷൻ നടക്കുന്നത്. പക്ഷേ ഡീസൽ എഞ്ചിന്റെ കേസിൽ ഡിഫറൻസ് ഉണ്ട്. ഡീസൽ എഞ്ചിന്റെ കേസിലാണെങ്കിൽ ഈ സ്പാർക്ക് പ്ലഗിന്റെ സ്ഥാനത്ത് നമ്മൾ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ്. ഫ്യൂവൽ ഇഞ്ചക്ടർ കൊടുത്തിട്ടുണ്ടാവും ഇഗ്നീഷന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഈ ഇൻലെറ്റ് വാൽവ് വഴി നമ്മൾ എയർ ഫ്യൂവൽ മിക്സ്ചർ അല്ല, എയർ എയർ ഈ ഇൻലെറ്റ് വാൽവ് വഴി കമ്പഷൻ ചേമ്പറിനകത്തോട്ട് കയറ്റിയിട്ട് ഈ പിസ്റ്റൺ ഉപയോഗിച്ചിട്ട് കംപ്രസ് ചെയ്യും. അങ്ങനെ കംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആ എയറിനകത്തോട്ട് നമ്മൾ ഈ ഇവിടെ ഉപയോഗിക്കുന്ന ആ ഫ്യൂവൽ ഇഞ്ചക്ടർ ഉപയോഗിച്ചിട്ട് ഫ്യൂവൽ സ്പ്രേ ചെയ്യും. അങ്ങനെ ആ കംപ്രസ് ആയിരിക്കുന്ന എയറിനകത്തോട്ട് ഫ്യൂവൽ സ്പ്രേ ചെയ്യുമ്പോൾ അവിടെ കമ്പഷൻ സംഭവിക്കും. അതാണ് മെയിൻ ആയിട്ട് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. പെട്രോൾ എഞ്ചിന്റെ കേസിൽ സ്പാർക്ക് പ്ലഗ് ആണ് ഉപയോഗിക്കുന്നത്, ഡീസൽ എഞ്ചിന്റെ കേസിൽ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ആയിരിക്കും ഉപയോഗിച്ചത്. അപ്പൊ സിലിണ്ടർ ഹെഡിനകത്ത് ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവ് ഉണ്ട്, സ്പാർക്ക് പ്ലഗ് ഉണ്ട്, ക്യാം ആൻഡ് ക്യാം ഷാഫ്റ്റ് ഉണ്ട്. അത് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി ഈ താഴത്തെ ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് ക്രാങ്ക് കേസ് എന്ന് പറയും.
താഴത്തെ ഈ ഒരു പോർഷനാണ് ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. ഈ ക്രാങ്ക് കേസിന്റെ ഈ അടിയിലുള്ള ഈ ഒരു ഭാഗം ഇവിടെ എന്ന് പറഞ്ഞാൽ ഓയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. ആ ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിനുള്ള ഇന്റേണൽ പാർട്സിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഓയിൽ ഇവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പോർഷനെ ഓയിൽ സമ്പ് എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. പിന്നെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. പിസ്റ്റൺ ഇത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടായിരിക്കും മൂവ് ചെയ്തേക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു പോർഷൻ ഇതിനെ പറയുന്ന പേരാണ് ക്രാങ്ക് എന്ന് പറയുന്നത്. ക്രാങ്ക്. അപ്പൊ ഈ ക്രാങ്കിനെ എല്ലാം കണക്ട് ചെയ്തിട്ട് ഒരു റോഡ് ഉണ്ടായിരിക്കും. അതിനെ പറയുന്ന പേരാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പിസ്റ്റനെയും ഈ ക്രാങ്കിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. അപ്പം പിസ്റ്റണെയും ക്രാങ്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് കണക്റ്റിംഗ് റോഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഈ പിസ്റ്റണും കണക്റ്റിംഗ് റോഡുമായിട്ട് ഒരു പിസ്റ്റൺ പിന്നും അതേപോലെ തന്നെ ഈ സൈഡ് ആണെങ്കിൽ ക്രാങ്കുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റ് ആയിരിക്കും ഈ പിസ്റ്റൺ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റിനെ ഇവിടെ റോട്ടറി മൂവ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഇത് ഇത്രയാണ് മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ, ഐസി എഞ്ചിന്റെ മെയിൻ പാർട്ട്. ഇനി ഓരോ പാർട്ടിനെ പറ്റിയിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഐസി എഞ്ചിന്റെ വർക്കിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതേപോലെ പാർട്സും ജസ്റ്റ് ഞാൻ രണ്ട് വീഡിയോസ് ഞാനത് പറഞ്ഞുതരാം. ഇതാണ് ഒരു ഐസി എഞ്ചിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് ക്രാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഒരു എഞ്ചിനകത്ത് ഒരു ക്രാങ്ക് മാത്രമായിരിക്കില്ല ഉണ്ടാകുന്നത്, കുറെ ക്രാങ്ക് ഉണ്ടായിരിക്കും. അപ്പൊ ആ ക്രാങ്കിനെ എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ റോഡിനെ പറയുന്ന പേരാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഈ പിസ്റ്റണെയും ഈ ക്രാങ്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു കണക്റ്റിംഗ് റോഡ് ഉപയോഗിച്ചിട്ടാണ്. ഇതിനെയാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഇതാണ് ജസ്റ്റ് പിസ്റ്റന്റെ മൂവ്മെന്റും ആ ക്രാങ്ക് കേസിന്റെ റൊട്ടേഷനുമാണ് ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞതാണ് ഈ ഒരു ഫിഗറിനകത്ത് ഇതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇത് ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിനാണ്. ഇതൊരു സിലിണ്ടർ, ഇതടുത്ത സിലിണ്ടർ, ഇതടുത്ത സിലിണ്ടർ. ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് കമ്പഷൻ ചേംബർ എന്ന് പറയുന്നത്. ഇത് പിസ്റ്റൺ, ഇതതിന്റെ കണക്റ്റിംഗ് റോഡ്. കണ്ടോ, ഇതാണ് ക്രാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷനെ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നു. മുകളിലുള്ള ഈ ഒരു പോർഷൻ, ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത്, ഇതാണ് ക്യാം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യാൻ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്യാം ആണ്. പിന്നെ ഈ ക്യാമിനെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ആ റോഡിനെ പറയുന്ന പേരാണ് ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. കണ്ട, ഇതൊരു സ്പ്രിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകാൻ ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പ്രിംഗ് അറേഞ്ച്മെന്റ് ആണ് കാണിച്ചേക്കുന്നത്. ഇനി ഒരു ഐസി എഞ്ചിന്റെ വർക്കിംഗ് ആണ് ഞാൻ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. കണ്ട, ഇതെന്ന് പറഞ്ഞാൽ ആദ്യം എക്സോസ്റ്റ് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകും. ഓപ്പൺ ആകുമ്പോൾ ഈ എയർ ഫ്യൂൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക്, ഈ കമ്പഷൻ ചേമ്പറിലേക്ക് എൻ്റർ ചെയ്യും. അതിനുശേഷം ഈ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യും. മുകളിലേക്ക് മൂവ് ചെയ്തിട്ട് ഈ സിലിണ്ടറിനുള്ളിലുള്ള ഈ എയർ ഫ്യൂൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്യും. അങ്ങനെ കംപ്രസ് ആയിരിക്കുന്ന എയർ ഫ്യൂൽ മിക്സ്ചറിലേക്ക് ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെ ഇവിടെ കമ്പഷൻ നടക്കും. കണ്ട, ആ കമ്പഷൻ നടന്നു. കമ്പഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഫോഴ്സിന്റെ ഫലമായിട്ട് പിസ്റ്റൺ നേരെ താഴോട്ട് മൂവ് ചെയ്യും. അതിനുശേഷം ഇവിടെ ഉണ്ടാകുന്ന ഈ ബേണിങ്ങിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ആ ബേൺഡ് ഗ്യാസിനെ നമുക്ക് ആ സിലിണ്ടറിന്റെ പുറത്തോട്ട് കളയണം. പുറത്തോട്ട് കളയാനായിട്ട് ഈ പിസ്റ്റൺ വീണ്ടും നേരെ മുകളിലേക്ക് മൂവ് ചെയ്യും. മുകളിലേക്ക് മൂവ് ചെയ്ത് വരുമ്പോൾ ഈ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകും. കണ്ട, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് അകത്തുള്ള ആ ബേൺഡ് ഗ്യാസ് പുറത്തോട്ട് പോകും. അതാണ് കാണിച്ചിരിക്കുന്നത്. എയർ ഫ്യൂൽ മിക്സ്ചർ ഇൻലെറ്റ് വാൽവ് വഴി അകത്തേക്ക് കയറി. അതിനുശേഷം പിസ്റ്റൺ ഉപയോഗിച്ച് കംപ്രസ് ചെയ്തു. അതിനുശേഷം ഇവിടെ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് ഇഗ്നീഷൻ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കമ്പഷൻ നടക്കുന്നു. കമ്പഷൻ നടന്നതിന് ശേഷം ബാക്കി ബേൺഡ് ഗ്യാസ് പുറത്തോട്ട് പോകും. അതാണ് ഈ ഫിഗറിനകത്ത് കാണിച്ചത്. കണ്ട, ഫസ്റ്റ് അകത്തേക്ക് കയറുന്നു, എയർ ഫ്യൂൽ മിക്സ്ചർ സിലിണ്ടറിനകത്തേക്ക് കയറുന്നു.
പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്തിട്ട് ഇതിനെ കംപ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഈ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചിട്ട് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കമ്പഷൻ നടക്കുന്നു. അങ്ങനെ പിസ്റ്റൺ വീണ്ടും താഴേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ എക്സ്ഹോസ്റ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആവും. അതുവഴി ആ ബേൺഡ് ഗ്യാസ് പുറത്തേക്ക്. ഇതാണ് ഒരു IC എഞ്ചിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സിലിണ്ടർ ആണ്. ഈ ഫിഗറിന്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഇതൊരു 2 സിലിണ്ടർ ഉള്ള ഒരു എഞ്ചിനാണ്. അപ്പം സാധാരണ നമ്മുടെ ഒരു സിലിണ്ടർ ഒക്കെ ഉള്ള എഞ്ചിൻ ആണെങ്കിൽ അപ്പം അതിനെ പറയുന്ന പേരാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിന്റെ കേസിലാണെങ്കിൽ ഒന്നിലധികം സിലിണ്ടർ ഉണ്ടായിരിക്കും. അപ്പൊ ആ സിലിണ്ടർ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റിനെ പറയുന്ന പേരാണ് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ആ സിലിണ്ടറിനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പറയുന്ന പേരാണ് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതാ കണ്ടോ, ഇതൊരു സിലിണ്ടർ ബ്ലോക്ക് ആണ്. ഇതിനകത്ത് കണ്ടോ 1, 2, 3, 4 സിലിണ്ടർ ഉണ്ട്. അപ്പൊ ഈ 4 സിലിണ്ടറിനെ കൂടെ ചേർത്ത് പറയുന്ന പേരാണ് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഇതിനെ മാത്രം പറയുന്ന പേരാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 സിലിണ്ടറിനെ കൂടെ ചേർത്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പറയുന്ന പേരാണ് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ സിലിണ്ടറിന്റെ ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഹെഡ് വെച്ചിട്ട് സീൽ ചെയ്തിരിക്കും. സിലിണ്ടർ ഹെഡിനകത്ത് ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്, അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്, ക്യാം ഷാഫ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ സിലിണ്ടർ ഹെഡ് എന്ന് പറഞ്ഞാൽ റിമൂവബിൾ ആയിരിക്കും. ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആ സിലിണ്ടർ ഹെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബോട്ടത്തിൽ പിസ്റ്റൺ ഉണ്ടായിരിക്കും. ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിന്റെ ഉള്ളിലൂടെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യും. ഈ സിലിണ്ടറിന്റെ ഉള്ളിലാണ് കമ്പഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് കമ്പഷൻ ചേംബർ എന്ന് പറയുന്നത്. അപ്പൊ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ആണ്. ഒരു എഞ്ചിന് ബേസിക് ഫ്രെയിംവർക്ക് കൊടുക്കുന്നത് ഈ സിലിണ്ടർ ആണ്. അതിന്റെ ഒരെൻഡ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഹെഡിലോട്ടും അതർ എൻഡ് എന്ന് പറഞ്ഞാൽ പിസ്റ്റണുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. പിന്നെ ഈ സിലിണ്ടറിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട്, ഇപ്പം മൾട്ടി സിലിണ്ടറിന്റെ കേസിൽ ഒന്നിലധികം സിലിണ്ടർ ഉണ്ടായിരിക്കും. അപ്പൊ ആ സിലിണ്ടറിനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് പറയുന്ന പേരാണ് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ സിലിണ്ടർ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഓർഡിനറി എഞ്ചിന്റെ കേസിലാണെങ്കിൽ കാസ്റ്റ് അയൺ വെച്ചിട്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. ഹെവി ഡ്യൂട്ടി എഞ്ചിന്റെ കേസിൽ അലൂമിനിയം അലോയ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇതാണ് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയും. ഇനി അടുത്ത പോർഷൻ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഹെഡ്. ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നതാണ് സിലിണ്ടർ ഹെഡ് എന്ന് പറഞ്ഞാൽ. ഇത് ആ സിലിണ്ടറിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ടോപ്പ് പോർഷനിലായിരിക്കും ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടറിനെ സീൽ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സിലിണ്ടർ ഹെഡിനകത്ത് ഇൻലെറ്റ് വാൽവ് ഉണ്ട്, എക്സ്ഹോസ്റ്റ് വാൽവ് ഉണ്ട്, സ്പാർക്ക് പ്ലഗ് അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റേ ക്യാം ഷാഫ്റ്റ് ഒക്കെ ഈ സിലിണ്ടർ ഹെഡിനകത്തായിരിക്കും ഉണ്ടായിരിക്കും. ഈ സിലിണ്ടർ ഹെഡ് മെയിൻ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ അലൂമിനിയം വെച്ചിട്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ആ സിലിണ്ടർ ഹെഡിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇനി അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ആണ്. പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് എഞ്ചിന്റെ കീ കമ്പോണന്റ് ആണ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ. മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അതിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ്. മുകളിലോട്ടും താഴോട്ടും ആയിരിക്കും ആ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. ഈ ഫിഗറിനകത്ത് ഈ കാണിച്ചേക്കുന്നതാണ്. ഇതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇത് ആ സിലിണ്ടർ ആണ്. ഇത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടായിരിക്കും മൂവ് ചെയ്തത്. കണ്ടോ, ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഒരു സിലിണ്ടറിക്കൽ കമ്പോണന്റ് ആണ്. അത് സിലിണ്ടറിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ആ സിലിണ്ടറിന്റെ ഉള്ളിൽ ബേണിംഗ് നടക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാകും. അപ്പം ആ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ആ ഫോഴ്സിനെ കണക്റ്റിംഗ് റോഡ് വഴി ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് എത്തിക്കും. അതാണ് പിസ്റ്റന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ ഫിഗറിനകത്ത് ഇപ്പൊ ഇവിടെ കമ്പഷൻ നടക്കുവാണെന്ന് വിചാരിച്ചു. കമ്പഷൻ നടക്കുന്ന സമയത്തേക്ക് ഈ പിസ്റ്റൺ നേരെ താഴോട്ട്, ഈ കമ്പഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫോഴ്സ് മൂലം ഈ പിസ്റ്റൺ നേരെ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കണക്റ്റിംഗ് റോഡ് വഴി ക്രാങ്കിലേക്ക് എത്തിക്കും. അതാണ് പിസ്റ്റന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ ഒരു റെസിപ്രോക്കേറ്റിംഗ് കമ്പോണന്റ് എന്ന് പറയുന്നത്.
അതും മെയിൻ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ അലൂമിനിയം അലോയ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നിർമ്മിച്ചേക്കുന്നത് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നതാണ്, ഇതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. അടുത്ത പാർട്ടാണ് പിസ്റ്റൺ റിംഗ് എന്ന് പറയുന്നത്. പിസ്റ്റൺ റിംഗ് എന്ന് പറയുന്നത് ഈ ഫിഗറിനകത്ത് ഈ ഒരു പാർട്ടാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. എഞ്ചിന്റെ പിസ്റ്റൺ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ്. അപ്പൊ ഈ പിസ്റ്റന്റെ സർഫസിൽ ചെറിയ ഗ്രൂവ് പോലെ ഉണ്ട്. അപ്പൊ ഈ ഗ്രൂവിൽ ഇടുന്ന റിംഗ് ആണ് പിസ്റ്റൺ റിംഗ് എന്ന് പറയുന്നത്. ഈ പിസ്റ്റൺ റിംഗ് കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റന്റെ മുകൾ ഭാഗമാണ്, ഈ ഒരു പോർഷനാണ് കമ്പഷൻ ചേമ്പർ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ എയർ ഫ്യൂൽ മിക്സർ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫില്ല് ചെയ്യുന്ന ഈ എയർ ഫ്യൂൽ മിക്സർ എന്ന് പറഞ്ഞ മിക്സർ ഈ സിലിണ്ടറിന്റെയും ഈ പിസ്റ്റന്റെയും ഈ ഗ്യാപ്പ് വഴി താഴെ ക്രാങ്ക് കേസിലോട്ട് ലീക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റിംഗ് ആണ് പിസ്റ്റൺ റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ദ ലീക്കേജ് ഓഫ് ഗ്യാസ് ഇൻ ടു ക്രാങ്ക് കേസ്. ക്രാങ്ക് കേസിലോട്ട് ഈ എയർ ഫ്യൂൽ മിക്സ്ചർ ലീക്ക് ആകാതെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പിസ്റ്റൺ റിംഗ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാസ്റ്റ് സ്റ്റീൽ വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. മെയിനായിട്ടും രണ്ട് ടൈപ്പ് റിംഗ് ഉണ്ട്. ഓയിൽ റിംഗും ഉണ്ട്, അതേപോലെ തന്നെ കംപ്രഷൻ റിംഗും ഉണ്ട്. ഇതിനകത്ത് ഓയിൽ റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ ലോവർ പോർഷനിൽ കാണുന്നില്ലേ, ഈ ഒരു റിങ്ങിനെ പറയുന്നത്, ഈ ലോവർ പോർഷനിലുള്ള ഈ റിങ്ങിനെ പറയുന്ന പേരാണ് ഓയിൽ റിംഗ് എന്ന് പറയുന്നത്. ഈ ഓയിൽ റിംഗ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടർ എന്ന് പറഞ്ഞ ഒരു മെറ്റൽ സർഫസ് ആണ്, അതേപോലെ തന്നെ ഈ പിസ്റ്റണും ഒരു മെറ്റൽ സർഫസ് ആണ്. അപ്പൊ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ കൂടെ ഈ പിസ്റ്റൺ മൂവ് ചെയ്യാൻ നേരം ഇവിടെ ഉണ്ടാകുന്ന ആ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ലൂബ്രിക്കേഷൻ ചെയ്യണം. ആ ലൂബ്രിക്കേഷൻ ചെയ്യാനായിട്ട് വേണ്ട ഓയില് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൺ റിങ് വഴിയിട്ടാണ്. ഈ ലോവർ പോർഷനുള്ള ഈ ഓയിൽ റിങ് വഴിയിട്ടാണ്, റിങ് വഴിയാണ് ഇവിടെ ഈ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയില് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ സ്ലൈഡിനകത്ത് ഇതാ കണ്ട, ഈ ഒരു ഇതാണ് ഓയിൽ റിങ് എന്ന് പറയുന്നത്. ഇവിടെ ചെറിയ ഹോള് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഹോള് വഴിയിട്ടാണ് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടുള്ള ഓയില് പുറത്തേക്ക് വരുന്നത്. അപ്പം ഓയിൽ റിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു റിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓയിൽ റിംഗ് എന്ന് പറഞ്ഞാൽ അത് ലോവർ പോർഷനിലാണ്. ഇതിന് ചെറിയ ഈ ഹോൾ ഉണ്ട്. ഈ ഹോൾസ് വഴിയിട്ടാണ് ലൂബ്രിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഓയിൽ പുറത്തോട്ട് വരുന്നത്. ഇനി കംപ്രഷൻ റിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും രണ്ടെണ്ണം ഉണ്ട്. ഈ അപ്പർ പോർഷനിലുള്ള ഈ രണ്ട് റിങ്ങിനെ പറയുന്നതാണ് കംപ്രഷൻ റിംഗ് എന്ന് പറഞ്ഞാൽ. അത് അപ്പർ പോർഷനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിന്റെ ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ. പിസ്റ്റൺ റിങ്ങും. ഇനി അടുത്ത പാർട്ടാണ് കമ്പഷൻ ചേമ്പർ എന്ന് പറഞ്ഞാൽ. കമ്പഷൻ ചേമ്പർ എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റന്റെയും അതേപോലെ തന്നെ ഈ സിലിണ്ടർ ഹെഡിന്റെയും ഇടയ്ക്കുള്ള ഒരു പോർഷൻ. ഇവിടെ വെച്ചിട്ടാണ് എയർ ഫ്യൂൽ മിക്സറിന് കമ്പഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പേസിനെ പറയുന്ന പേരാണ് കമ്പഷൻ ചേമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്ത പാർട്ടാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ. കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന ഈ ഒരു പാർട്ടാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഐ സെക്ഷൻ, ഐ ഷേപ്ഡ് ആണ് അതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റനെയും അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇന്റർ കണക്ട് പിസ്റ്റൺ ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റിനെയും പിസ്റ്റനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ റോഡിനെ പറയുന്ന പേരാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ പിസ്റ്റണില് അവിടെ പിസ്റ്റന്റെ മുകളിൽ ആ കമ്പഷൻ ചേമ്പറിൽ കമ്പഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ ഈ ഡൗൺവേർഡ് ആയിട്ട് ഈ പിസ്റ്റണിൽ ഉണ്ടാകുന്ന ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ കണക്റ്റിംഗ് റോഡിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ പിസ്റ്റണിൽ ഉണ്ടാകുന്ന മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ്, എന്ന് വെച്ചാൽ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റ് ആണ്. അപ്പൊ ഈ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റിനെ അത് ഇവിടെ എത്താൻ നേരം, ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ എത്താൻ നേരം അത് ഒരു റോട്ടറി മൂവ്മെന്റ് ആയിട്ട് മാറും. പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ്. അപ്പൊ ഈ കണക്റ്റിംഗ് റോഡിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ മൂവ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഈ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റിനെ റൊട്ടേഷണൽ മൂവ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ കണക്റ്റിംഗ് റോഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഇതിന്റെ ഒരെൻഡ്, ഈ കണക്റ്റിംഗ് റോഡിന്റെ ഒരെൻഡ് എന്ന് പറഞ്ഞാൽ സ്മാൾ എൻഡ് ആണ്, മറ്റേ എൻഡ് എന്ന് പറഞ്ഞാൽ ബിഗ് എൻഡ് ആണ്. ഈ സ്മാൾ എൻഡ് എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റണുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബിഗ് എൻഡ് എന്ന് പറഞ്ഞാൽ ക്രാങ്കുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്.
അപ്പൊ ഈ സ്മാൾ എൻഡിനെ പറയുന്ന പേരാണ് സ്മാൾ എൻഡ് പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്നിനെ പറയുന്ന പേരാണ് പിസ്റ്റൺ പിന്ന് അല്ലെങ്കിൽ ഗഡ്ജൻ പിൻ എന്ന് പറയുന്നത്. ആ പിന്ന് ഉപയോഗിച്ചിട്ട് ഗഡ്ജൻ അല്ലെങ്കിൽ പിസ്റ്റൺ പിന്ന് ഉപയോഗിച്ചിട്ടാണ് ഈ കണക്റ്റിംഗ് റോഡിന്റെ ഒരെൻഡ് ഈ പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യുന്നത്. വലിയ എൻഡ് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്നാണ് ക്രാങ്ക് പിൻ എന്ന് പറയുന്നത്. അതും ഈ കണക്റ്റിംഗ് റോഡ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോർജ്ഡ് അലോയ് സ്റ്റീൽ വെച്ചിട്ടായിരിക്കും നിർമ്മിച്ചത്. അപ്പൊ ഈ കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഐ ഷേപ്ഡ് ക്രോസ് സെക്ഷൻ ആണ് അതിനുണ്ടാകുന്നത്. അതിന് രണ്ട് എൻഡ് ഉണ്ടായിരിക്കും, ബിഗ് എൻഡും ഉണ്ട് സ്മാൾ എൻഡും ഉണ്ട്. ബിഗ് എൻഡ് ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് ചെയ്തിരിക്കും, അത് ക്രാങ്ക് പിൻ ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഇതിന്റെ സ്മാൾ എൻഡ് എന്ന് പറഞ്ഞാൽ പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്തു. ആ പറയുന്ന പേരാണ് പിസ്റ്റൺ പിന്ന് അല്ലെങ്കിൽ ഗഡ്ജൻ പിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് കണക്റ്റിംഗ് റോഡിന്റെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്ത പാർട്ടാണ് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്ന ഇതിനെ പറയുന്ന പേരാണ് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇൻലെറ്റ് വാൽവും അതേപോലെ തന്നെ ഇൻടേക്ക് സിസ്റ്റവും തമ്മിൽ, ഇവിടെ ഇൻടേക്ക് സിസ്റ്റം ഉണ്ട്, ഇൻടേക്ക് സിസ്റ്റവും ഇൻലെറ്റ് വാൽവും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് ഇൻലെറ്റ് മാനിഫോൾഡ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞത്. ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ പൈപ്പ് വിച്ച് കണക്ട് ഇൻടേക്ക് സിസ്റ്റം ടു ഇൻലെറ്റ് വാൽവ്. ഇൻടേക്ക് സിസ്റ്റവും ഇൻലെറ്റ് വാൽവും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പൈപ്പിനെ പറയുന്ന പേരാണ് ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുവഴിയിട്ടാണ് എയർ ഫ്യൂവൽ മിക്സർ സിലിണ്ടറിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കാർബറേറ്റർ ഇല്ലാത്ത സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനകത്ത് കാർബറേറ്റർ ഇല്ലാത്ത കേസ് വരാൻ നേരം എയർ ഫ്യൂവൽ മിക്സർ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇൻടേക്ക് മാനിഫോൾഡ് വെച്ചിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ കാർബറേറ്റർ ഉള്ള എഞ്ചിനൊക്കെ ആണെങ്കിൽ കാർബറേറ്റർ വെച്ചിട്ടായിരിക്കും എയർ ഫ്യൂവൽ മിക്സർ മിക്സ് ചെയ്യുന്നത്. പക്ഷെ കാർബറേറ്റർ ഇല്ലാത്ത കേസിൽ ഇൻടേക്ക് മാനിഫോൾഡ് വെച്ചിട്ടായിരിക്കും എയർ ഫ്യൂവൽ മിക്സർ മിക്സ് ചെയ്യുന്നത്. ഇനി അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് മാനിഫോൾഡ്. എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ ഈ എക്സോസ്റ്റ് സിസ്റ്റവും അതേപോലെ തന്നെ എക്സോസ്റ്റ് വാൽവും തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പാണ് എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഇതാണ് എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ എക്സോസ്റ്റ് മാനിഫോൾഡ് വഴിയിട്ടാണ് ഈ ബേൺഡ് ഗ്യാസ് പുറത്തേക്ക് കളയുന്നത്. അതിന് ഉപയോഗിക്കുന്നതാണ് എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് വാൽവ് മെക്കാനിസം. അപ്പൊ ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് രണ്ട് വാൽവ്സ് ആണുള്ളത്, ഇൻലെറ്റ് വാൽവും ഉണ്ട്, എക്സോസ്റ്റ് വാൽവും ഉണ്ട്. അപ്പൊ ഈ വാൽവ്സ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഹെഡിലാണ് വാൽവ്സ് കൊടുക്കുന്നത്. ഒന്ന് ഇൻലെറ്റ് വാൽവ് അല്ലെങ്കിൽ സക്ഷൻ വാൽവ്, പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ എക്സോസ്റ്റ് വാൽവ്. ഇത് മെയിനായിട്ടും ഒരു മഷ്റൂമിന്റെ ഷേപ്പ് ആയിരിക്കും ഈ വാൽവ്സിന് എന്ന് പറഞ്ഞാൽ. സിലിണ്ടർ ഹെഡിലായിരിക്കും അത് കൊടുത്തേക്കുന്നത്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇത് ഓപ്പൺ ആകുന്നത് ക്ലോസ് ആകുന്നത് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മേലുള്ള ക്യാം ആയിരിക്കും. ക്യാമും ക്യാം ഷാഫ്റ്റും ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ഓപ്പൺ ആകുകയും ക്ലോസ് ആകുകയും ചെയ്യും. ഇൻലെറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വാൽവ് വഴിയിട്ടാണ് ഫ്രഷ് എയർ അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സർ സിലിണ്ടറിനുള്ളിലേക്ക് കയറുന്നത്. അതേപോലെ തന്നെ എക്സോസ്റ്റ് വാൽവ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബേണിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ബേൺഡ് ഗ്യാസ് പുറത്തേക്ക് കളയാനായിട്ടാണ് എക്സോസ്റ്റ് വാൽവ് ഉപയോഗിക്കുന്നത്. ഈ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഒരേ സമയം ഓപ്പൺ ആകുകയും ക്ലോസ് ആകുകയും ചെയ്യത്തില്ല. ഇൻലെറ്റ് വാൽവ് ഇപ്പം സിലിണ്ടറിനുള്ളിലേക്ക് ഫ്രഷ് എയർ ഫ്യൂൽ മിക്സ്ചർ സിലിണ്ടറിനുള്ളിലേക്ക് കിടക്കാൻ നേരം ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകും. ആ ഓപ്പൺ ആകുന്ന സമയം എക്സോസ്റ്റ് വാൽവ് ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ അതേപോലെ കമ്പഷന് ശേഷം ഈ ബേൺഡ് ഗ്യാസിനെ പുറത്ത് കളയാനായിട്ട് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകുന്ന സമയം ഈ ഇൻലെറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിരിക്കും. രണ്ടും ഒരേ സമയം ഓപ്പണും ക്ലോസും ആകത്തില്ല. ഒരെണ്ണം ഓപ്പൺ ആകുമ്പോൾ മറ്റൊന്ന് ക്ലോസ് ആയിരിക്കും. പിന്നെ അതിന്റെ ഫേസ് ആംഗിൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എക്സോസ്റ്റ് വാൽവിന്റെ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രീസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇൻലെറ്റ് വാൽവിന്റെ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 30 to 45 ഡിഗ്രി ആയിരിക്കും. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വാൽവിന്റെ എക്സോസ്റ്റ് വാൽവിന്റെ. അതേപോലെ തന്നെ ഇൻലെറ്റ് വാൽവാണ് എക്സോസ്റ്റ് വാൽവിനെ കാട്ടി ലാർജർ. ഇൻലെറ്റ് വാൽവിന്റെ സൈസ് ആണ് കൂടുതൽ. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി അടുത്ത പാർട്ടാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത്. സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പെട്രോൾ എഞ്ചിനകത്താണ് സാധാരണ
സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നത്. സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിനാണ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പഷന് വേണ്ടിയിട്ടുള്ള സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഇഗ്നീഷന് വേണ്ടിയിട്ട് ആ കമ്പഷൻ ആ സിലിണ്ടറിനുള്ളിലെ എയർ ഫ്യൂൽ മിക്സറിനെ കമ്പഷൻ ചെയ്യാനായിട്ടുള്ള സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു ഫംഗ്ഷനാണ് സ്പാർക്ക് പ്ലഗിന് ഉണ്ടാകുന്നത്. ഈ ഫിഗർ കാണിച്ചേക്കുന്നതാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത്. നമ്മുടെ ബൈക്കിനകത്തൊക്കെ അത് നമ്മൾ കാണാറുള്ളതാണ്. മെയിനായിട്ടും ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഹെഡിലായിരിക്കും, പെട്രോൾ എഞ്ചിന്റെ സിലിണ്ടർ ഹെഡിലായിരിക്കും ഈ സ്പാർക്ക് പ്ലഗ് കൊടുക്കുന്നത്. ഇനി അടുത്ത പാർട്ടാണ് ക്രാങ്ക് ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ്. ഇതാ ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇത് പിസ്റ്റൺ, ഇത് അതിന്റെ കണക്റ്റിംഗ് റോഡ്. ഈ ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് ക്രാങ്ക് എന്ന് പറയുന്നത്. ഇതാ ഇതാണ് ക്രാങ്ക്. അപ്പൊ ഈ കുറെ ക്രാങ്കിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു റോഡിനെ പറയുന്ന പേരാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു റോഡിനെയാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ക്രാങ്ക് ആണ്. അപ്പൊ ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഡിസ്കോ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ക്രാങ്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, കണക്റ്റിംഗ് റോഡ് ക്രാങ്കുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കണക്റ്റിംഗ് റോഡ് എന്നുള്ള ഈ ഫോഴ്സിനെ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്രാങ്ക് ആയിരിക്കും. മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പൽ റൊട്ടേറ്റിംഗ് പാർട്ടാണ് ക്രാങ്ക് അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൺവേർട്ട് ചെയ്യുന്നത് പിസ്റ്റന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ഒരു റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും ഈ ക്രാങ്ക് ആയിരിക്കും. പിന്നെ ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരെൻഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൈ വീലുമായിട്ട് കണക്ട് ചെയ്തേക്കും. ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിക്കൽ അല്ലെങ്കിൽ വനേഡിയം സ്റ്റീൽ വെച്ചിട്ടായിരിക്കും. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ, ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ സീക്വൻസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് പിസ്റ്റൺ. കൺട്രോൾ സീക്വൻസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് പിസ്റ്റൺ. അതെന്ന് പറഞ്ഞാൽ ഈ ഫിഗറിനകത്ത് ഉണ്ടോ, ഈ ഫിഗറിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു 4 സിലിണ്ടർ ഉള്ള ഒരു എഞ്ചിനാണ്. അപ്പം ഈ പിസ്റ്റന്റെ മൂവ്മെന്റ്, ഇപ്പൊ ഈ പിസ്റ്റൺ താഴെ ആയിരിക്കുന്ന സമയത്ത് അടുത്ത പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ താഴെ ആയിരിക്കണമെന്നില്ല. ചിലപ്പം ഏറ്റവും മുകളിലായിരിക്കും, സിലിണ്ടർ ഏറ്റവും മുകളിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സെൻട്രൽ പോർഷനിലായിരിക്കും. അങ്ങനെ ആയിരിക്കും. അപ്പൊ ഈ 4 പിസ്റ്റണും ഒരേ സമയം മുകളിലും ഒരേ സമയം താഴെ ആയിരിക്കും. പിസ്റ്റന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം വരും. അപ്പൊ ആ പിസ്റ്റന്റെ മൂവ്മെന്റിന്റെ ആ സീക്വൻസിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ആയിരിക്കും. കേട്ടോ, ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റ്. കണ്ടോ, എന്ന് വെച്ചാൽ ഈ ഒരു പിസ്റ്റൺ താഴെ ആയിരിക്കുന്ന സമയത്ത് അടുത്ത പിസ്റ്റൺ മുകളിലായിരിക്കും, വേറൊരു പിസ്റ്റൺ എന്റെ സെൻട്രൽ പോർഷനിലായിരിക്കും. അങ്ങനെ പല പല സീക്വൻസിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഈ സീക്വൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന പോർഷൻ ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്യാം ഷാഫ്റ്റ്. ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫിഗർ കാണിക്കാം. കണ്ട, ഇതിനകത്തെന്ന് പറഞ്ഞാൽ ദാ ഈ ഒരു മെമ്പറിനെ പറയുന്ന പേരാണ് ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ക്യാം എന്ന് പറഞ്ഞാൽ ദാ ഈ ഒരു പോർഷനാണ് ക്യാം എന്ന് പറഞ്ഞാൽ. കണ്ട, നമ്മുടെ ഒരു ഡ്രോപ്പിന്റെ റെയിൻ ഡ്രോപ്പിന്റെ ഒരു ഷേപ്പ് ആയിരിക്കും ഈ ക്യാമിനെന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോഴായിരിക്കും ഈ വാൽവ് ഓപ്പൺ ആകുന്നത്. എന്നിട്ട് ടച്ച് ചെയ്ത് വീണ്ടും തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ നേരം ഈ വാൽവ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ആകും. അപ്പോൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ക്യാമിന് ഈ ഒരു ഷേപ്പ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ക്യാമിനെ എല്ലാം കണക്ട് ചെയ്യുന്ന റോഡ് ആണ് ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് നേരത്തെ പറഞ്ഞില്ലേ ഫ്ലൈ വീൽ. ഇത് ക്രാങ്ക് ഷാഫ്റ്റ്. ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ഇത് ക്രാങ്ക്. ഇത് അതിന്റെ കണക്റ്റിംഗ് റോഡ്. കണ്ടോ, പിസ്റ്റൺ തന്നെ. ഈ പിസ്റ്റൺ താഴെ ആയിരിക്കുന്ന സമയത്ത് അടുത്ത പിസ്റ്റൺ മേളിലായിരിക്കും, അടുത്തത് സെൻട്രലായിരിക്കും. അങ്ങനെ ആയിരിക്കും, പല പല സീക്വൻസിലായിരിക്കും ഇരിക്കുന്നത്. കണ്ടോ, അപ്പം ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ക്രാങ്ക്, ഇത് പിസ്റ്റൺ. കണ്ട, ഇത് ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്. ഇതൊരു സ്പ്രിംഗ് മെക്കാനിസം വെച്ചിട്ടായിരിക്കും ഇതിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് നടക്കുന്നത്. കണ്ട, ഇതിവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ ഈ ക്യാമിന്റെ ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ആ എൻഡ് ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോഴായിരിക്കും ഇത് ഓപ്പൺ ആകുന്നത്. തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന നേരം ഇത് ക്ലോസ് ആകും. അതേപോലെ തന്നെ ഈ ക്യാം ഷാഫ്റ്റും ക്രാങ്ക് ഷാഫ്റ്റും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഒരു ബെൽറ്റ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ആ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പം ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണ്. എന്ന് വെച്ചാൽ ഈ
ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവിന്റെയും ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്യാം ഷാഫ്റ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ അത് ഈ ക്യാം ഷാഫ്റ്റിനകത്ത് ചില റേഡിയൽ ക്യാംസ് ഉണ്ട്. ദാ, ഇതിനെ പറയുന്ന പേരാണ് ഈ ക്യാംസ് എന്ന് പറഞ്ഞാൽ. അത് ഈ ക്യാം ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ക്യാം ഷാഫ്റ്റും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബെൽറ്റ് അല്ലെങ്കിൽ ചെയിൻ അല്ലെങ്കിൽ ഒരു ഗിയർ ഉപയോഗിച്ചിട്ടായിരിക്കും. പിന്നെ ഈ രണ്ട് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ഈ 2 സ്ട്രോക്കും 4 സ്ട്രോക്കും കൂടെ വരാൻ നേരം ആ ഒരു പോർഷൻ എടുക്കാൻ നേരം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ജസ്റ്റ് ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ടു 2 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ ഈ ക്യാം ഷാഫ്റ്റിന്റെ സ്പീഡും ക്രാങ്ക് ഷാഫ്റ്റിന്റെ സ്പീഡും സെയിം ആയിരിക്കും. ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡും അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡും സെയിം ആയിരിക്കും. 4 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിലാണെങ്കിൽ ക്യാം ഷാഫ്റ്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ സ്പീഡ് എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും. 2 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ രണ്ടും ഒരേ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ 4 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ പകുതി സ്പീഡിലായിരിക്കും ക്യാം ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്യാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡ്രോപ്പിന്റെ ഷേപ്പ് ആയിരിക്കും. കണ്ടോ, ഇതാണ് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും കണക്ട് ചെയ്തിരിക്കുന്ന സ്പ്രിംഗ് മെക്കാനിസം. ഈ ഒരു പ്രൊജക്റ്റിംഗ് പോർഷൻ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തും. അതാണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഇതുമായിട്ട് ടച്ച് ആകും. അങ്ങനെ ഈ വാൽവ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആകും. തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നേരം അത് ക്ലോസ് ആകും. കണ്ട ഈ ഒരു ഷേപ്പാണ്. കണ്ട ഈ ഈ ഒരു ഭാഗം റൊട്ടേറ്റ് ചെയ്ത് മുകളിലെത്താൻ നേരം ഇത് ഓപ്പൺ ആകും. തിരിച്ച് വീണ്ടും താഴെ വരാൻ നേരം ഇത് ക്ലോസ് ആയിരിക്കും. ഇതിപ്പോൾ ഒരു ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഒരു മെയിൻ പാർട്ടാണ് ക്യാം എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ക്യാംസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പാർട്ടാണ് ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ. ദാ, ഈ ഒരു സർക്കുലർ ഡിസ്കിനെ പറയുന്ന പേരാണ് ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ഒരു ഹെവി റൊട്ടേറ്റിംഗ് മാസ് ഡിസ്ക് ആണ്. അത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ റിയർ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എഞ്ചിന്റെ റിയർ സൈഡുമായിട്ട് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു എൻഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ സർക്കുലർ റൊട്ടേറ്റിംഗ് ഡിസ്കിനെ പറയുന്ന പേരാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. അപ്പം ഈ പിസ്റ്റൺ കമ്പഷന്റെ ഫലമായിട്ട് പിസ്റ്റൺ ഡൗൺവേർഡ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഫോഴ്സ് മൂലം അത് ക്രാങ്ക് ഷാഫ്റ്റിൽ എത്തിയിട്ട് ഈ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പിസ്റ്റൺ ഇപ്പം ഡൗൺവേർഡ് ആയിട്ട് മൂവ് ചെയ്തു. പിസ്റ്റൺ ഡൗൺവേർഡ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും പിസ്റ്റൺ മുകളിലേക്ക് പോകണ്ടേ. മുകളിലേക്ക് പോകാനായിട്ടുള്ള ഒരു പവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്ലൈ വീലാണ്. കാരണം ഇത് നല്ല വെയിറ്റ് ഉള്ള ഒരു പാർട്ടാണ് ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നേരം ഒരു ഇനേർഷ്യ അതിനകത്ത് ഉണ്ടാകും. അപ്പൊ ആ ഇനേർഷ്യ ഉപയോഗിച്ചിട്ട് തന്നെ ഈ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ഈ ഫ്ലൈ വീലിൽ നിന്ന് തന്നെ കിട്ടും. പിസ്റ്റൺ നേരെ താഴോട്ട് മൂവ് ചെയ്യാൻ നേരം ഈ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ ഫ്ലൈ വീലും അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ആ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല വെയിറ്റ് ഉള്ള സാധനമായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിൽക്കത്തില്ല. അപ്പൊ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഫോഴ്സ് തന്നെ ഉപയോഗിച്ചിട്ട് ഈ പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യും. അതാണ് ഈ ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് എ മാസ് ഫോർ റൊട്ടേറ്റിംഗ് ഇനേർഷ്യ ടു കീപ് എഞ്ചിൻ ഇൻ മോഷൻ. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ എനർജി ഡ്യൂറിങ് പവർ സ്ട്രോക്ക് ആൻഡ് റിലീസ് ഡ്യൂറിങ് അതർ സ്ട്രോക്ക്. എന്ന് വെച്ചാൽ ആ പവർ സ്ട്രോക്കിന്റെ സമയത്ത് എനർജി സ്റ്റോർ ചെയ്തിട്ട് അത് ബാക്കിയുള്ള സ്ട്രോക്കിലേക്ക് അതിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ അതാണ് ഫ്ലൈ വീലിനെ പറ്റി. അടുത്തതെന്ന് പറഞ്ഞാൽ കാർബറേറ്റർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിനിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ മിക്സ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ആവശ്യമുള്ള എത്ര ക്വാണ്ടിറ്റി സിലിണ്ടറിന് ഉള്ളിലേക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത്രയും ക്വാണ്ടിറ്റി ആ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് കടത്തിവിടും. എയർ ഫ്യൂവൽ മിക്സ്ചർ മിക്സ് ചെയ്തിട്ട് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതാണ് കാർബറേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
മെയിനായിട്ടും അത് പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനായിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു പാർട്ടാണ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറയുന്നത്. ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറഞ്ഞാൽ ചില എഞ്ചിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ഈ ഗ്രാവിറ്റി ഈ ഫീഡ് സിസ്റ്റം അല്ലായിരിക്കും ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ടാങ്ക് ചിലപ്പോൾ മുകളിലായിരിക്കും, അപ്പോൾ ആ ഗ്രാവിറ്റിയുടെ ഫോഴ്സിലൂടെ ആ ഫ്യുവൽ എന്ന് പറഞ്ഞാൽ നേരെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് വരും. പക്ഷേ ചില കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഫ്യുവൽ ടാങ്കിലുള്ള ഫ്യുവലിനെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ ഡിവൈസ് വേണം, എക്സ്റ്റേണൽ ഒരു പമ്പ് വേണം. ആ പമ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും പമ്പ് ചെയ്യുന്നത്. പമ്പ് ചെയ്ത് ആ ഫ്യുവൽ ടാങ്കിൽ നിന്ന് നേരെ സിലിണ്ടറിനകത്തോട്ട് ഫ്യുവൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പമ്പാണ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറഞ്ഞാൽ. ഇലക്ട്രിക്കലി ഓർ മെക്കാനിക്കലി ഡ്രിവൺ പമ്പ് ടു സപ്ലൈ ഫ്യുവൽ ഫ്രോം ഫ്യുവൽ ടാങ്ക് ടു എഞ്ചിൻ. ഫ്യുവൽ ടാങ്കിൽ നിന്നും എഞ്ചിനിലേക്ക് ഫ്യുവലിനെ സപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കലി അല്ലെങ്കിൽ മെക്കാനിക്കലി ഡ്രിവൺ പമ്പിനെ പറയുന്ന പേരാണ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് എന്ന് പറയുന്നത്. മെയിൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ജെർക്ക് ടൈപ്പ് പമ്പും ഉണ്ട്, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് പമ്പും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനൊന്നുമില്ല. ഇനി അടുത്ത പാർട്ടാണ് ഫ്യുവൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ. ഫ്യുവൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പെട്രോൾ എഞ്ചിന്റെ കേസിലാണ് നമ്മൾ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നത്. ഡീസൽ എഞ്ചിന്റെ കേസിലാണെങ്കിൽ നമ്മൾ സ്പാർക്ക് പ്ലഗിന് പകരം ഇഗ്നിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്യുവൽ ഇഞ്ചക്ടർ ആണ്. അപ്പം ഈ ഫ്യുവൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ ആ സിലിണ്ടറിനുള്ളിലേക്ക് ഫ്യുവലിനെ സ്പ്രേ ചെയ്യാനായിട്ട്, ഹൈ പ്രഷറിൽ സ്പ്രേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഫ്യുവൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ സിലിണ്ടറിനുള്ളിലേക്ക് വരുന്ന ഈ എയർ കംപ്രസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന എയറിനകത്തോട്ട് നമ്മൾ ഇഗ്നീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈ പ്രഷറിൽ ഈ ഫ്യുവൽ സ്പ്രേ ചെയ്യും. ആ സ്പ്രേ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ കമ്പഷൻ നടക്കുന്നത്. അതിനുപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഫ്യുവൽ ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോർഷനാണ് ക്രാങ്ക് കേസ് എന്ന് പറയുന്നത്. ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞാൽ. അതൊരു മെറ്റൽ ഹൗസിംഗ് ആണ്. ആ ക്രാങ്ക് കേസിനുള്ളിലാണ് ഈ ക്രാങ്ക് ഷാഫ്റ്റും കണക്റ്റിംഗ് റോഡും ഇരിക്കുന്നത്. ആ ഒരു പോർഷനെ പറയുന്ന പേരാണ് ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും താഴെ ഒരു ഓയിൽ പാൻ ഉണ്ട് ഓട്ടത്തില്, അതിനെ പറയുന്ന പേരാണ് ഓയിൽ സമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓയിൽ സമ്പിനുള്ള ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഈ എഞ്ചിനുള്ളിലെ ഇന്റേണൽ പാർട്ടിനെ ലൂബ്രിക്കേറ്റ് ചെയ്യും. ഇത്രയുമാണ് ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിന്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കുറച്ച് ടേംസ് ഉണ്ട്, അപ്പൊ ആ ടേംസ് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.